ആഹാ, ഇന്ന് എന്നാ പറ്റി? മഹാറാണി കോളേജിലേക്കൊന്നും പോകുന്നില്ലയോ? രാവിലെ മുതൽ കുത്തിയിരിക്കാൻ തുടങ്ങിയതാണല്ലോ. നീ ഇത്രയും വലുതായില്ലേ, ഇപ്പോഴും കൊച്ചു ടി വി കണ്ടുകൊണ്ടിരുന്നോ? കാർട്ടൂണ്, കാർട്ടൂൺ പ്രേമിയാണോ ഉടൻ പ്രേമി? നല്ല സമയത്ത് തല്ലി വളർത്താത്തതിന്റെ കുഴപ്പമാ. അതേ പപ്പ തല്ലാൻ സമ്മതിക്കില്ലല്ലോ മകളെ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനെന്നാ മമ്മി പറയുന്നത്? കോളേജിലൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ ഊക്കി അങ്ങ് ഏറെ കയറ്റും പിള്ളേർ. പിന്നെ അഭിസാറിനെയും കൂടെ ഫേസ് ചെയ്യണ്ടേ. ഞാൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞേ. പപ്പയാണെങ്കിൽ ഇന്നലെ എന്നെ ഒരുപാട് വിളിച്ച് ചീത്ത പറഞ്ഞായിരുന്നു. ഞാൻ പപ്പയോട് കാര്യം പറയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, കെട്ടിയേ പറ്റൂ. മുഖത്ത് നോക്കി ഒരൊറ്റ പറച്ചാൽ ഞാൻ എന്നാ ചെയ്യാനാ മമ്മി? ആ ഇനിയിപ്പോൾ എന്നോടൊന്നും പറയണ്ട. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വന്ന് തല താഴ്ത്തിക്കൊള്ളുക, മാപ്പ് പറഞ്ഞിട്ട്. എന്നാലേ എനിക്കിനി വാക്ക് മാറ്റി പറയാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ. വിളിച്ചിരുന്നു നിന്റെ ഭാവി അമ്മായിമ്മ പറഞ്ഞു 4 ദിവസത്തിനകം കെട്ടി നടത്തണം, 4-ാം ദിവസം എന്ന്. അല്ലെങ്കിൽ ഇനി 8 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. റേറസ്റ്റ് ജാതകമാണ്, 10-ൽ 9 പൊരുത്തവും ഉണ്ട്. അപ്പം കെട്ടാനായിട്ട് പൊന്നുമോള് തയ്യാറായിക്കോ. വീട്ടുകാരെയൊക്കെ വിളിക്കണമെന്നുണ്ട്. എല്ലാവരെയും അങ്ങ് വിളിക്കാം. പിന്നെ ഒരേ കുടുംബമായതുകൊണ്ടേ നമുക്ക് എല്ലാവരും ഒരുപോലെയാണല്ലോ. ഇതെന്ത് വർത്താനം? ടീച്ചർ, നിങ്ങൾ കളി കേട്ട് കളിക്കരുത്. എന്റെ മോൾക്ക് ഈ കേട്ട് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല. അതെ, നിങ്ങളുടെ കുടുംബക്കാരാണെന്നുള്ള സ്നേഹം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കാണും. വാക്ക് മാറ്റി പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞോളാം. എന്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നേ ഉള്ളെങ്കിലും ഒലയ്ക്ക് കൊണ്ട് തല്ലി വളർത്തണമെന്നാ പണ്ടുള്ളവര് പറയാം. പക്ഷെ അതെങ്ങനെ ഇവിടെ നടക്കാൻ? അച്ഛൻ മോളെ തൊടുന്നത് പോലെ ഇഷ്ടമല്ലല്ലോ. മോളെ എന്ത് പറയും? കുഞ്ഞോളെ വളർത്താൻ ഒന്നല്ലേടി ഉള്ളൂന്ന്. എന്നിട്ട് അത് നിറവേക്കട്ടെ എന്നാണോ നിങ്ങളെ പറയുന്നത്? ആ ചെക്കനെ പ്രാന്താണെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞ് വളർത്തുന്നു. എന്റെ പൊന്നു പപ്പ, പപ്പ ഇങ്ങനെയൊന്നും പറയല്ലേ. അതെ, അങ്ങനെ സഹിക്കോ. നിങ്ങൾ ഇത്രയും കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതല്ലേ എന്നെ. ഒരേ ഒരു മോളെ ഒരു പ്രാന്തന് പപ്പ കെട്ടിച്ചു കൊടുക്കോ? അതെ, പ്രാന്താകിയർക്ക്. പപ്പ കുറെ കാലം വർഷങ്ങളായി ഇവിടെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് പപ്പയ്ക്ക് അവരെ കുറിച്ചൊന്നും അറിയാത്തതാ. പപ്പ ഒന്ന് അന്വേഷിച്ച് നോക്ക്. എല്ലാവരും പറയും അങ്ങേർക്ക് മെന്റലാണെന്ന്. കുറെ കാലം ഹോസ്പിറ്റലിലും കിടന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞുപെണ്ണ്, നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കല്ലേ. സമ്മതിച്ചു. അച്ഛനെ ഒന്ന് പോയി അന്വേഷിക്കാം. അവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊരു ക്ലാരിറ്റി ആവുമല്ലോ. അച്ഛൻ പോയി അന്വേഷിക്കാം. മോള് കിടന്ന് ഇങ്ങനെ പിടിവാശി പിടിക്കല്ലേ. ഇതെങ്ങാനും സത്യമല്ല അവൻ ഇപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ കെട്ടി നിർത്തുവേ. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നാലും ഏട്ടാ, ഇതാ കുറിപ്പ് മനഃപൂർവ്വം ചെയ്യുന്നതാ, എനിക്കിട്ട് പണിയാൻ വേണ്ടിട്ട്. ഇവളോടൊക്കെ ഞാൻ എന്തോ ഒരു പാപം ചെയ്തിട്ടാ ഈ കാണിക്കുന്നേ. ഒന്നുകൂടെ ഞാൻ പറയാം, ഏട്ടനും അനിയനും കൂടെ ചേർന്ന് ഈ കെട്ട് മുടക്കിയ 2 ചായലും സർഫക്സും വിഷവും വലിക്കത്തുന്ന ഞാൻ ഒരു പിടി പിടിക്കും. 2 കഴുത്തി തൂക്കി, എന്നിട്ട് കെട്ട് തൂക്കി നിന്റെ ശവത്തിന് ഇവിടെ ആട്ടി കളിക്കും. വേണ്ടെങ്കിൽ ഈ മര്യാദക്ക് ഒതുങ്ങി മരുന്ന് ഇരുന്നോണം. നാളെ കഴിഞ്ഞ മറ്റന്ന നമ്മുടെ തറവാട്ടമ്പലത്തിൽ വെച്ച് കേട്ടല്ലോ. പെണ്ണ് വീട്ടുകാർ ഇതിന് സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ പെണ്ണ് സമ്മതിച്ചാൽ നീ കെട്ടാന്ന് പറഞ്ഞു. വാക്ക് മാറാൻ പാടില്ലടാ. അന്തസ്സുള്ള നട്ടലുള്ള അമ്പിളാരെ ഉറച്ച വാക്കെങ്കിൽ നിൽക്കും. അതങ്ങനെ ഇതിന് നട്ടലുണ്ടോന്ന് എനിക്ക് ഭയങ്കര സംശയം. തന്തപ്പടിയുടെ വാഴയായിരിക്കും. പോയി, അല്ലെങ്കിൽ നിങ്ങളെ വല്ലതൊക്കെ ചെയ്തേനെ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. അവള് സമ്മതിച്ചെങ്കിൽ ഞാൻ കെട്ടാന്നല്ലേ പറഞ്ഞു. അവള് സമ്മതിച്ചല്ലോ. അപ്പൊ കെട്ടിയ സന്നത്തിന്റെ പണ്ടാരം അടങ്ങിക്കോട്ടെ. എന്താ വെച്ച ചെയ്തത്? മറ്റന്നാൾ ആക്കണ്ടേ, ഇന്ന് രാത്രി തന്നെ ആക്കിക്കോ. എന്തിനാ ഇത്രയും താമസം? അതെന്തിനു ചേർക്കാൻ? നിനക്ക് അത്രക്ക് കേട്ടാ മുട്ടി നിക്കുന്ന എന്തരടാ? കടവുളെ, ഇതിനൊക്കെ ഞാൻ എന്തൊരു പറഞ്ഞു മനസ്സിലാക്കും. തള്ളേ, നിങ്ങക്ക് വിവരമില്ലാന്ന് കരുതി എന്നെ ഇട്ടാക്കരുത്. എന്റെ ഒരു തലവിധി ഇതിനെയൊക്കെ തന്നെ സഹിക്കേണ്ട ഗതിയാണ്. ഇനി അതെങ്ങനെയാ? എന്നാ പിന്നെ മമ്മി, ഞാൻ അങ്ങ് റൂമിലേക്ക് ചെന്നോട്ടെ. ഭർത്താവാണല്ലോ കൽക്കണ്ട ദൈവം. ഞാനത് പ്രാർത്ഥിച്ചിട്ടേ റൂമിൽ കയറത്തുള്ളൂ കേട്ടോ. ശരി എന്നാ. അയ്യോ, എന്ത് നല്ല കൊച്ചി, എന്റെ ഭാഗ്യം ചെയ്ത മോൻ. ഇവനതിനെ ഒന്നും ചെയ്യാതെ ഇരുന്നാ മതിയായിരുന്നു. പോണോ? മമ്മി ഇപ്പൊ എന്താ? അയ്യോ മോളെ, അത് മമ്മി പറഞ്ഞ മോള് പോയിക്കോന്ന. ചെറുതായിട്ട് നാക്കൊന്ന് ഉടക്കിയതാ. എന്നാ പിന്നെ മോള് പോയിക്കോ, സമയം വൈകണ്ട. ഒരുപാടല്ലേ നിനക്ക് കിടക്കാനും സംസാരിക്കാനും കുറെ കാര്യങ്ങൾ കാണുമല്ലോ. പോയിക്കോ. അയ്യോ മഹാറാണി, എഴുതല്ലയോ? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളൂ. ഇതെന്റെ റൂമാ. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പൊന്നുമോൾ ഇന്നു മുതൽ തറയില്. അറിയാലോ, എന്നെ കൊണ്ട് വിദ്വേഷം കെട്ടിപ്പിച്ചതാ അല്ല. അല്ലെങ്കിൽ പെറ്റമ്മയെ പോയി, അതുകൊണ്ട് ഒന്നും വിളിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോൾ ഇന്നു മുതൽ തറയില്. അണ്ണമ്മോള് വേണമെങ്കിൽ ബെഡ്ഷീറ്റും തലയാണി നീ വെച്ചോ. ശരി, എന്നാ പിന്നെ താഴെ സുഖമായി കിടന്നുറങ്ങിക്കോ. ഇനി ജീവിതം നിനക്ക് നരകമായിരിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു.
ശരി അബേട്ട, അബേട്ടന്റെ ഇഷ്ടം പോലെ എല്ലാം നടക്കട്ടെ. നടത്തിച്ച് തരാടാ ഞാൻ നിനക്ക്. ഇപ്പൊ ഇതാരാ ഇതേ കുട്ടിപ്പിശിച്ച് തുറന്ന് നോക്ക്. ഇപ്പൊ എല്ലാവരും നിനക്ക് ഇവിടെയാണല്ലോ സപ്പോർട്ട്. തുറന്ന് നോക്ക് പോയിട്ട് ശരി അബേട്ട എന്ന് പറയില്ലേ. മോളെക്കൊക്കെ ബുദ്ധിമുട്ടായില്ലല്ലോ. അതെ, മോള് പാലെടുക്കാനായിട്ട് അങ്ങ് മറന്നായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും ആവശ്യമില്ലെങ്കിലും ആചാരമല്ലേ മോളെ, തെറ്റിക്കണ്ട. എന്നാ പിന്നെ ആയിക്കോട്ടെ, പാല് കുടിച്ചോ. അവനും കൂടെ പാല് കൊടുത്തേക്കണം. ശരി, എന്നാ പിന്നെ ശരി. ഓക്കെ മമ്മി. അതെ, ഞാൻ കുടിച്ച പാലിന്റെ പാതി അബിയേട്ടൻ കുടിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ മുഴുവൻ പാലും കുടിച്ചോളാം. എനിക്കത് യാതൊരു സങ്കടമില്ല. ആ പക്ഷിട്ടും 2 തലയാണി പ്ലീസ് താഴെ ഇറക്കി കിട്ടോ. കുടിക്കരുത്. അതെ, എന്റെ അച്ഛൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് പെട്രോളും ചെലവാക്കി പാൽക്കാരനടുത്ത് പോയി പാല് മേടിച്ച് പാലിനും പൈസ കൊടുത്ത് ഉണ്ടാക്കുന്ന പാല് ഗ്യാസ് ചെലവും കഴിഞ്ഞ് കാച്ചി നിനക്ക് തരുന്നെങ്കിൽ നിനക്ക് ഇവിടുന്ന് പച്ച വെള്ളം പോലും തരാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്റെ പാല്. തടി കുടിക്കും. സൗകര്യമില്ല, താങ്കളുടെ കേസ് കൊടുക്ക. കിഴങ്ങ വേണ്ട തലക്കറിയോ അങ്ങനെ ഒടുക്കത്തതുമായിട്ട് മനുഷ്യനെ കുടിക്കാനും സമ്മതിക്കില്ല. മാറാൻ കുടിക്കും. ഇത് അങ്ങനെ ഇപ്പോ എന്നെ തോൽപ്പിച്ച് പാല് കുടിക്കാന്ന് പൊഴിമോള് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. കുടിച്ചല്ലേ, സാരമില്ല. അതെ, അതിന് ചെറിയൊരു നാരങ്ങയുടെ ചുവയൊക്കെ വരുമല്ലേ. തൈരായിട്ടില്ല സംഭവം. ഞാൻ ആ പന്നകത്ത് കൊണ്ടുവരാൻ വെച്ച പാലാ. ഞാൻ കൊണ്ടുവന്ന് കുടിക്കില്ലെന്ന് അറിയുന്നുണ്ട് ജിനുമമ്മയെ കൊണ്ട് കൊണ്ടുവരിപ്പിച്ച് താഴെ വെച്ചിട്ടും അപ്പൊ ജിനുമ കൊണ്ടുവരുമല്ലോ. പിന്നെ അതിനകത്ത് ഒരു 3.5 സ്പൂൺ സർഫെക്സ്, 2 സ്പൂൺ വിമ്മ്, പിന്നെ വേറെ എന്തോ സാധനം കൂടി ചേർത്തായിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത്രയൊക്കെ ചേർത്തിട്ടുള്ളൂ. എന്നാലും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഇനിയിപ്പോ ഞാൻ വെട്ടിക്കിടന്നോളാം. അന്നാച്ചില്ലേ സൗകര്യം പോലെ വന്ന് തറയിൽ കിടന്നാൽ മതി. ബെഡ്ഷീറ്റൊന്നും തറയിൽ വെക്കാം, വിരിച്ചൊന്നും തരത്തില്ല. എന്തായാലും ഇപ്പൊ സുഖമായി കിടന്നു. ബാത്റൂമിൽ തീരുമ്പോ വന്നാൽ മതി കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്, ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഇതുപോലെ ഇനി മറക്കത്തില്ലേ ജന്മത്ത് എന്നോട് കളിച്ച പണി കിട്ടുമെന്ന് കേട്ടല്ലോ. ഗുഡ് നൈറ്റ്.